ഒക്കെ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഗ്രേറ്റ് ലീഡർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോഗ്രാം ഇൻഷാല്ലാ റൂമിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എന്നാണ് ഞാൻ അറിയപ്പെടുക. ഞാൻ മഞ്ചേരി സ്വദേശിയാണ്. ഞാൻ അപെക്സ് എന്ന ബിസിനസ്സിൽ വന്നിട്ട് 4 മാസമായിരിക്കുകയാണ്. 4 മാസം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായിട്ടുള്ള അഞ്ചാമത്തെ മാസത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അപെക്സിനെ കുറിച്ച് എനിക്ക് വലിയ കോൺഫിഡൻസ് ആണ് ഉള്ളത്. ഇന്നും കാലത്ത് ഒരു 11 മണിക്ക് ശേഷം അപെക്സിന്റെ CEO അഭിജിത്ത് മാണി സാറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ മീറ്റിംഗിന്റെ അവസാനം ഷെയർ ചെയ്തതായിരുന്നു. ആദ്യത്തിൽ തന്നെ നമ്മള് അപെക്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ നല്ലൊരു ടൈമാണ് അല്ലെ? ഈ നല്ലൊരു സമയത്ത് പല ആളുകളും പലതിലും കേറി അല്ലെങ്കിൽ പല വർക്കും കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണം. നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും, അത് ഗവൺമെന്റ് ആവാം, പ്രൈവറ്റ് ആവാം, എന്താവാം, പേഴ്സണലി ഒക്കെ ആവാം, ഏത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ? അങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഇൻകം നിർബന്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ നിരവധി ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട് അല്ലെ? പല കമ്പനികളിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. അതുപോലെ പേഴ്സണലി പല ആളുകളും ബിസിനസ്സും പല സംരംഭങ്ങളും നടത്തുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങളൊന്ന് കമ്പാരിസൺ ചെയ്യാം. ഇവിടെ നമുക്ക് വലിയ എഫേർട്ട് എടുക്കാതെ നമുക്ക് ചെറിയ ഒരു മുതൽ മുടക്കില് ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് നമുക്ക് ഇവിടെ വലിയൊരു വരുമാനം വാങ്ങാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപെക്സ് എന്ന കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അപെക്സിനെതിരെ നിരവധി ആളുകൾ കല്ലെറിയും. പക്ഷെ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എറിയുന്ന കല്ലുകൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ ഇവിടെ കൊട്ടാരം പണിയും എന്നാണ് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്. കൊട്ടാരം പണിയും. നിങ്ങൾ എറിയുന്ന കല്ലുകൾ ഒരുമിച്ച് കൂട്ടി നമ്മളിവിടെ കൊട്ടാരം പണിയും. അതുകൊണ്ട് തന്നെ എറിയുന്നവർ കല്ലെറിയട്ടെ, ക്രൂശിക്കുന്നവർ ക്രൂശിച്ചോട്ടെ. നമുക്ക് നമ്മുടേതായ ഒരു ഡ്രീം ഉണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഗോൾ ഉണ്ട്. ആ ഗോള് അച്ചീവ് ചെയ്യാൻ, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ആ മാർഗ തടസ്സങ്ങളെ നമ്മൾ നീക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിനുവേണ്ടി അപെക്സ് എന്ന കമ്പനിയെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ ചെറിയൊരു പാനിക്കിലാണ്, ചെറിയ ടെൻഷനിലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരാളും ടെൻഷൻ ആവണ്ട. അപെക്സ് എന്നൊരു മഹത്തായ ബിസിനസ് അവസരം നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ജീവിതം മാറ്റിമറിക്കും. അത് ഷുവറാ. നിങ്ങൾ എഴുതി വെച്ചോളി. തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ ഉല്ലേഖനം ചെയ്യുന്ന, ഹിസ്റ്ററി കുറിക്കാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപെക്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള അപെക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാം കറക്റ്റ് ഒരു 40 മിനിറ്റ് ആകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും. കാരണം നമുക്ക് അലൗഡ് 40 മിനിറ്റ് ഉള്ളൂ. ഇതൊരു ഫ്രീ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് വളരെ ഷെഡ്യൂൾഡ് ആയിട്ട് അങ്ങോട്ട് പറയുന്നത്, കറക്റ്റ് 8 മണിയാകുമ്പം പ്രോഗ്രാം നമ്മൾ തുടങ്ങും. അത് നമ്മൾ 8:40 ആകുമ്പോൾ, ഏറ്റവും കൂടി പോയാൽ 8:40 ആകുമ്പോൾ നമ്മൾ അവിടെ വൈൻഡപ്പും ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രോഗ്രാം ഇല്ല. ഒരാഴ്ചയിൽ 2-3 ദിവസം നടത്താനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിന്റെ ലിങ്ക് ഇതായിരിക്കും. അത് നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാം ഞാൻ പ്രോഗ്രാം നടത്തുന്നുണ്ടോ ഇല്ലേ. ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം, എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം കേട്ടോ. യൂട്യൂബിൽ നിങ്ങൾ കയറിയാൽ നിങ്ങളെ കൂടെ പുതുതായി അപെക്സ് എന്ന ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് എൻ്റെ യൂട്യൂബ്. യൂട്യൂബിൽ നിങ്ങൾ കയറിയിട്ട് റഷീദ് അലി മാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക്
നിങ്ങളെ കൂടെ പുതുതായി വരുന്ന ആളുകൾക്ക് വളരെയധികം എഫക്റ്റീവ് ആവുന്ന സ്ക്രീൻ വീഡിയോസുകളാണ് ആ യൂട്യൂബ് ചാനലിലുള്ളത്. അപ്പൊ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താലൊക്കെ ഞാൻ ഇടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാം, നിങ്ങളെ കൂടെ പുതുതായ ആളുകൾ വന്നിട്ടുണ്ടോ, അവർക്ക് നിങ്ങൾ ഈ യൂട്യൂബ് ഒന്ന് പ്രൊമോഷൻ ചെയ്താൽ മതി. നിങ്ങളെ ബിസിനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ടീമും അപെക്സ് എന്ന ബിസിനസ്സിൽ കുതിച്ചുയരുന്നത് കാണാൻ പറ്റും. കാരണം ആളുകൾക്ക് പല സംശയങ്ങളും എപ്പോഴും ആളുകൾക്ക് പേടിയാണ്. ആളുകൾ പേടിക്കുന്നതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ കാരണം? ഇന്ന് പല സംഗതികളും വരുന്നതിനേക്കാൾ സ്പീഡിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് പേടിയാണ്. അതുകൊണ്ട് ആളുകളോട് നമ്മളിത് പറയുമ്പോൾ ആളുകൾ പേടിയാ, അത് പോയില്ലേ, അത് പൊട്ടിയില്ലേ, ഇത് പൊളിഞ്ഞില്ലേ എന്നൊക്കെ ആളുകൾ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സുകൾ നിരവധി പൊട്ടിയിട്ടില്ലേ, പൊളിഞ്ഞിട്ടില്ലേ? അവിടെ ഒന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല അല്ലേ? എത്ര സംരംഭങ്ങൾ ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഫിനാൻഷ്യൽ ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിൽ, സാമ്പത്തികമായ പ്രയാസമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ അപെക്സ് ഏറ്റെടുത്തോളി. അപെക്സിനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അപെക്സ് നിങ്ങളെ ജീവിതത്തിൽ ഒരു തിരികെക്കുറി ചാർത്തും, സംശയം വേണ്ട. അപെക്സിലൂടെ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അപെക്സിലൂടെ നിങ്ങൾ കോടീശ്വരനാവും. ഞാനൊരു കോടീശ്വരനാണ്, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഐ ആം എ റിച്ച് ഇൻ അപെക്സ്, ഐ ആം എ റിച്ച് ഇൻ അപെക്സ്. നിങ്ങൾ ഫ്രീ ടൈമിൽ, നിങ്ങൾ വണ്ടിയിൽ, നിങ്ങൾ സ്കൂട്ടറിൽ, നിങ്ങളൊരു ബൈക്കിലൊക്കെ പോകുമ്പോൾ നിങ്ങളോട് പറയും, ഞാൻ ഒരു റിച്ചാണ്. തീർച്ചയായിട്ടും ആവും. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്ന, മാഷെ ഒരാഴ്ചയായിട്ട് ബിസിനസ് മോശമാണ്. എനിക്കൊരു മോശമില്ല, എനിക്ക് ബിസിനസ് ഒരു മോശമില്ല. കാരണം ഞാൻ ഈ ബിസിനസ് പഠിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രല്ല ഇതിന്റെ CEO ബഹുമാനപ്പെട്ട അഭിജിത്ത് സമാണി സാറായിട്ടൊക്കെ 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ ഏത് ബിസിനസ്സിൽ വന്നാൽ ഞാൻ കൊമ്പിൽ കയറി പിടിക്കും. എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ അവിടെ ഷെയർ ചെയ്യും. അപ്പൊ നമുക്കതിന് പെട്ടെന്ന് പരിഹാരം കാണും. അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, അപെക്സില് ഇപ്പൊ അർജന്റായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ അപെക്സിന്റെ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ KYC പൂർത്തിയാക്കുക. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഇന്ന് ടെൻഷൻ. എന്നും പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞ, മാഷെ ഇന്റത് ഞാൻ ശരിയാകുന്നില്ല. ഒരു കുഴപ്പമില്ല. അത് എങ്ങനെയാണ് അപെക്സിന്റെ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് റഷീദ് അലി മാസ്റ്റർ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ അവിടെ വീഡിയോ ഉണ്ട്, ഒരു പുതിയ വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ KYC ചെയ്യാൻ എങ്ങനെയാണ്, അതിന് ഒരു വീഡിയോ ഉണ്ട്. അത് യൂട്യൂബിൽ ഇട്ടു. പക്ഷെ യൂട്യൂബ് ആ വീഡിയോ റിജക്ട് ചെയ്തു. എന്താ കാരണം? യൂട്യൂബിന് നിയമമുണ്ട്, നമ്മൾ ആധാർ കാർഡ് ഇങ്ങനെ ഷോ ചെയ്തു. അപ്പൊ ആ ഷോ ചെയ്യുന്നത്, ഡോക്യുമെന്റ്സുകളൊക്കെ ഷോ ചെയ്യുന്നത് യൂട്യൂബിന് അവർക്ക് നിയമത്തിനെതിരാണ്. കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ സ്ക്രീൻ വീഡിയോ പല ആളുകൾക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് KYC ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അപെക്സിന്റെ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് ഒരു മിസ് കോളോ അല്ലെങ്കിൽ ഒരു ഹായ് അയച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ആ യൂട്യൂബ് അല്ലെങ്കിൽ ആ സ്ക്രീൻ വീഡിയോ ഒന്ന് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും അയച്ചു തരും. എൻ്റെ ടീമെന്നല്ല, ഞാൻ അപെക്സ് എന്ന ഒരു ഫാമിലിയിലാണ് ഉള്ളത്. ടീമുണ്ട്, അത് മറ്റൊരു സത്യം. പക്ഷെ അപെക്സ് എന്ന ഫാമിലി, ഈ ഫാമിലിയെയാണ് ഞാൻ ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും പ്രോസസ്സിങ്ങിലുണ്ട് പല ഹെൽപ്പുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അപെക്സിനെ പഠിച്ചോളി, നിങ്ങൾ നെഞ്ചിലേറ്റുകളി. അപെക്സിനെ നിങ്ങൾ നെഞ്ചിലേറ്റിയാൽ നിങ്ങളെ ജീവിതത്തെ അത് മാറ്റിമറിക്കും, സംശയം വേണ്ട. മിനിമം നിങ്ങൾക്ക് അപെക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ ആവശ്യമുള്ളത് 4500 ഇന്ത്യൻ രൂപയാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നൊരു ബിസിനസ് തുടങ്ങാൻ 4500 രൂപ കൊണ്ട് പറ്റുമോ? ഒരു കപ്പലണ്ടി കച്ചവടം, ഒരു കടല കച്ചവടം ചെയ്യാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 4500 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 9000 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ കഴിയോ? ഇന്നൊരു കപ്പലണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ പോലും 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ വേണ്ടേ? ഒരു ഓറഞ്ച് കച്ചവടം, ഒരു വെജിറ്റബിൾ കച്ചവടമൊക്കെ നീ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ട്രഡീഷണൽ ബിസിനസ് നമ്മൾ തുടങ്ങണമെങ്കിൽ ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമുക്ക് എന്താണ്, ആ ബിൽഡിങ്ങിന്റെ ഓണർ ഒരു റൂം തരും അല്ലെ? ഒരു പടച്ചുണ്ടാക്കി ഒരു റൂമായിട്ട് പടച്ചിട്ടുണ്ടാവുള്ളൂ. ആ റൂം ഷട്ടർ ഇട്ടക്കും, ആ റൂം തരും. ബാക്കി എല്ലാ കാര്യം നമ്മൾ ചെയ്യണ്ടേ? ഡെക്കറേഷൻ ചെയ്യണം, അതിനു വേണ്ട റാക്കുകളോ മറ്റുള്ള സാമഗ്രികളൊക്കെ ആ ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. അതിനൊക്കെ നമുക്ക് എന്തുണ്ട്? ചെലവില്ലേ? മാത്രല്ല ആ റൂമിന് നമ്മൾ നല്ലൊരു സംഖ്യ അഡ്വാൻസ് കൊടുക്കണ്ടേ? അതിന്റെ വാടകയിലേക്ക്, റെന്റിലേക്ക് നമ്മൾ കൊടുക്കണ്ടേ? അഡ്വാൻസ് കൊടുക്കണ്ടേ? അങ്ങനെ നിങ്ങൾ കൂട്ടി നോക്കിക്കേ. മാത്രല്ല നമ്മൾ ആ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ ഇറക്കണം, അതിന് ജോലിക്കാർ വേണം, എല്ലാം വേണ്ടേ? നിങ്ങൾ ടോട്ടലി ഒന്ന് കൂട്ടി നോക്കുക. ഒരു ട്രഡീഷണൽ ബിസിനസ് നിങ്ങൾക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര രൂപ മുതൽ മുടക്കുന്നുണ്ട്? 10 ലക്ഷം, അല്ലെങ്കിൽ 25 ലക്ഷം, 50 ലക്ഷം ഇല്ലേ? ഇതൊക്കെ മുടക്കുണ്ടായിട്ട് എന്താ അവർക്ക് കിട്ടുന്നത്? ഇനി അത് പോട്ടെ, നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി. ഇന്ന് പല ആളുകളും ടീച്ചറിനും പലതും ജോലിക്കൊക്കെ പഠിച്ചിട്ട് പ്രൈവറ്റിലൊക്കെ, പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊക്കെ അവരെന്ത് ചെയ്യുന്നത്? ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ ജോലി നേടുന്നത്. എനിക്കറിയാം, ഞാൻ മാനേജ്മെന്റ് സ്കൂളിലേക്ക് ലക്ഷങ്ങൾ കൊടുക്കായി കിട്ടുക. ഇനി അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്താണ് അവരുടെ അവസ്ഥ? അവര് ഒരു മെഷീൻ, ഒരു യന്ത്രം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കിയേ. രാവിലെ 9 മണിക്കോ 8:30 മണിക്കോ ഒക്കെ വീട്ടിൽ നിന്ന് പോകുന്നു, വൈകിട്ട് 5:30 6 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്നു. എന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി വാർത്തകളൊക്കെ ഒന്ന് നോക്കി, അല്ലെങ്കിൽ പേപ്പറൊക്കെ ഒന്ന് വായിച്ച് ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു, നേരം വെളുക്കുന്നു, പോകുന്നു. അത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അവർക്കൊരു ഫ്രീഡം ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഇനി അവർക്ക് സാലറി കിട്ടി, ശമ്പളം കിട്ടി, അതെന്താണ്? അത് അവർക്ക് വീതിച്ച് കൊടുക്കാനേ, ഡിവൈഡ് ചെയ്യാനേ നേരമുള്ളൂ, അതിനുള്ള ക്യാഷേ ഉള്ളൂ. അത് അവർ ശമ്പളം വാങ്ങി ആ പച്ചക്കറി കടയിൽ കൊടുത്തു, ആ സൂപ്പർ മാർക്കറ്റിൽ കടം കൂട്ടി, ആ മീൻകാരന് കൊടുത്തു, ഇറച്ചിക്കാരന് കൊടുത്തു. ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പോക്കറ്റ് കാലിയാ. ശമ്പളം 1-ാം തീയതിയോ 5-ാം തീയതിയോ കിട്ടിക്കഴിഞ്ഞാൽ 10-ാം തീയതി ആകുമ്പോൾ ഒന്നുമില്ല, പിന്നെയും കടം വാങ്ങും, എന്നിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പോവുക. ഇതല്ലേ സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? അവരെന്ത് നേടി? അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ? നമ്മളെ കണക്കിൽ എന്ത് പറയുക? അവർക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ നേടാൻ കഴിയും. ഞാൻ അപെക്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു 4 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ നവംബറിലാണ് അപെക്സിന്റെ ബിസിനസ് പഠിച്ച് ഏറ്റെടുത്ത് ചെയ്തത്. അപെക്സിൽ ഞാൻ നവംബർ മാസത്തിൽ 1.5 ലക്ഷം രൂപ വാങ്ങി. എന്റെ ടീമിൽ എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാം. ഡിസംബർ മാസത്തിൽ ഞാൻ 2 ലക്ഷം രൂപ വാങ്ങി. ജനുവരി മാസത്തിൽ ഞാൻ 3 ലക്ഷം രൂപ വാങ്ങി. ഈ ഫെബ്രുവരി മാസത്തിൽ എന്റെ ഗോള് 5 ലക്ഷം രൂപ വാങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു ബിസിനസ്സിന് നിങ്ങൾക്കൊരു പ്ലാൻ വേണം, ഒരു ഗോള് വേണം. നിങ്ങൾ എന്റെ നോട്ട്ബുക്ക് കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ഞാൻ ഇവിടെ എഴുതി വെച്ച ഗോളാ. ഫെബ്രുവരി മാസത്തിൽ എന്റെ ഗോള് 5 ലക്ഷം രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ മാസം എനിക്ക് നേടേണ്ടത് 5 ലക്ഷമാണ്. അതിന് ഈ മാസം 13, 14 ആയപ്പോഴേക്കത് 3 ലക്ഷം കവിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ക്ലാരിറ്റിയോട് കൂടി അവിടെ എഴുതി വെച്ച് കാണാൻ പറ്റും. ഒരു ദിവസം എത്ര ഇന്ത്യൻ രൂപ വേണം? അതായത് 5 ലക്ഷം രൂപ അപെക്സിന്ന് നേടണമെങ്കിൽ ഒരു മാസത്തിൽ 5555 USDT നേടണം. അതിനെ ഇന്ത്യൻ മണിയിലേക്ക് നോക്കുമ്പോൾ 16,667 രൂപ കിട്ടണം. 16,667 രൂപ വേണം.
അതായത് ഡെയിലി 186 USDT നടണം. ഇത് ക്ലാരിറ്റിയാ. ഇതാണ് ഞാനും നിങ്ങളൊക്കെ തമ്മിൽ വ്യത്യാസം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പം ആ ഗോളിന് ആ ഗോൾ എഴുതി വെക്കണം. എന്നിട്ട് ആ ഗോളിന് ക്ലാരിറ്റി കൊണ്ടുവരണം. ഫെബ്രുവരി മാസത്തിൽ എന്റെ ഗോൾ 5 ലക്ഷം ഞാൻ നേടുക തന്നെ ചെയ്യും. അതിന്റെ തീവ്രമായ പ്രയത്നത്തിലാണ് ഞാൻ ഉള്ളത്. ഇന്നും എനിക്ക് നല്ല ബിസിനസ് നടന്നിട്ടുണ്ട്. എന്റെ ഒരു ടീം കണ്ണൂരില് 3,60,000 രൂപക്ക് ബിസിനസ് എടുത്തിട്ടുണ്ട്. ഒരു ടീം മാത്രം. വേറെ ഒരു ടീമിൽ നിരവധി ബിസിനസ് എന്റെ ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് വിടാറുണ്ട്. എന്റെ ടീമിലൊക്കെ എല്ലാവർക്കും കാര്യം അറിയാം. നമ്മളിവിടെ കാര്യം സത്യസന്ധമായിട്ട് പറയൂ. ഇവിടെ കളവ് പറയേണ്ട കാര്യമില്ല. കളവ് പറഞ്ഞാൽ നമ്മുടെ ID ഓപ്പൺ ചെയ്താൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ? നിങ്ങൾ പല ബിസിനസ്സും പല സംഗതികളും ഇതിനു മുമ്പ് ചെയ്തിരിക്കും. പക്ഷെ അതിലേക്ക് നഷ്ടങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിവട്ടവുമാണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്പെക്സ് ഏറ്റെടുത്തോളി, നിങ്ങൾക്ക് വിജയിക്കാം. അത്രക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം തന്ന ഒരു ലീഡർ, നിങ്ങളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. ഇത് നമ്മൾ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അനുഭവ സാക്ഷിയാണ്. ഈ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ ഓരോ മാസവും എൻ്റെ ഗോള് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും നേടാ. അതിനു വേണ്ടി നമ്മൾ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സൂം മീറ്റിങ്ങിലൊക്കെ നിങ്ങൾ കറക്റ്റായി പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപെക്സിലൂടെ നല്ല വരുമാനം വാങ്ങാം. അതിനു വേണ്ടി ഏറ്റവും ചുരുങ്ങിയ മുതൽ മുടക്ക് 4,500 രൂപയാണ്. അപെക്സിന്റെ പ്ലാന് 2 മിനിറ്റ് കൊണ്ട് പറയാം. 2 മിനിറ്റ് വേണ്ട. എന്താ അപെക്സിന്റെ പ്ലാന്? ഒരാൾക്ക് വേണമെങ്കിൽ അപെക്സിൽ ഒരു ഇൻവെസ്റ്ററായി വരാം. ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററും ഒരു പ്രൊമോട്ടറും ആവാം. ഞാൻ അപെക്സിൽ ഒരു ഇൻവെസ്റ്ററുമാണ്, ഒരു പ്രൊമോട്ടറുമാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് തുച്ഛമായ 4,500 രൂപ മുടക്കിയിട്ടാ. പിന്നെ ഞാനത് 9,000 ആക്കി. അങ്ങനെ എത്ര ഐഡിയകളാണ് എനിക്കുള്ളത് എന്ന് കറക്റ്റ് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് 7 ഐഡിയയിലാണ്. എൻ്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ഞാൻ ഒരു സൈഡിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ടീം അംഗങ്ങൾ നിരവധി ഇതിലുണ്ട്. നിരവധി അംഗങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു സാറുണ്ട്, അങ്ങനെ ബഹ്റൈനിൽ നിന്ന് വരുന്നവരുണ്ട്, ഇറ്റലിയിൽ നിന്ന് വരെ പങ്കെടുക്കുന്ന വ്യക്തികളുണ്ട് ഈ പ്രോഗ്രാമിൽ. വളരെ സന്തോഷം. ഞാൻ നിങ്ങളൊക്കെ നമിക്കുകയാണ് ഈ സമയത്ത്. നിങ്ങൾക്കൊക്കെ വലിയ സല്യൂട്ട്. എന്തറിയോ, നിങ്ങളതിൽ ടൈം കണ്ട് നിങ്ങൾ ഇതിൽ വന്നു എന്നുള്ള വലിയ ഒരു കൃതജ്ഞതയോടുകൂടെ നിങ്ങളെ സ്മരിക്കുകയാണ് ഞാൻ. അപ്പൊ രക്ഷപ്പെടാൻ നമുക്ക് അവസരങ്ങൾ എപ്പോഴും കിട്ടിക്കോണം എന്നില്ല. അതിന് നിങ്ങൾ കിട്ടിയ അവസരത്തെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാം. അതാണ് നമ്മുടെ കലാംജി പറഞ്ഞത്, മുൻ പ്രസിഡന്റ് പറഞ്ഞത്, അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അവസരത്തെ ആരാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്ക് ജീവിതത്തിൽ സക്സസ് ആവാം. അപ്പൊ ഞാൻ മാഷെ മുമ്പ് ആ ബിസിനസ് ചെയ്തു, ഈ ബിസിനസ് ചെയ്തു. മാഷ കൂടെ തന്നെയല്ലേ ഞാൻ ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്, ഇതിലുണ്ടായിരുന്നത്. ശരിയാ. എന്തുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത ബിസിനസ്സുകാർ ഇപ്പോഴും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അപെക്സിൽ? അത് നമ്മളിലെ വിശ്വാസം. നമ്മളായിട്ടൊന്നും ചെയ്തതല്ല ആ ബിസിനസ്സിൽ ലോക്കാവാന്. അത് ഞാൻ പറയുന്നില്ല, പല സമയത്തും നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ അപെക്സിന്റെ പ്ലാൻ സിമ്പിൾ, വളരെ സിംപ്ലിസിറ്റിയുള്ള ഒരു പ്ലാനാണ് അപെക്സിന്. ഒന്നെങ്കിൽ നിങ്ങൾ 4,500 മുടക്കി ഒരു ഇൻവെസ്റ്ററായി മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4,500 രൂപ മുതൽ മുടക്കി ഒരു ഇൻവെസ്റ്ററും ആവാം, ഒരു പ്രൊമോട്ടറും ആവാം. നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളി. അപ്പോൾ ചില ആളുകൾ പറയും, മാഷ എനിക്ക് ആളെയൊന്നും കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ ഈ അപെക്സിൽ ഒരാളെയും കൊണ്ടുവരണമെന്ന് ഈ കമ്പനി പറയുന്നില്ല, ഞങ്ങൾ ലീഡേഴ്സും പറയുന്നില്ല. ഞാനൊക്കെ അപെക്സിൽ ചെറിയ ലീഡറാ. ഏത് ഒരു 130 ആളൊക്കെ ഡയറക്റ്റ് കൊണ്ടുവന്ന ചെറിയ ലീഡറാ ഞാന്. വലിയ വലിയ ലീഡേഴ്സ് ഈ പ്രോഗ്രാമിൽ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അവരൊക്കെ ഈ സമയത്ത് വളരെ അധികം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അവരൊക്കെ നല്ല വരുമാനം വാങ്ങുന്നവരാ. ഞാനൊക്കെ ചെറിയ വരുമാനമേ വാങ്ങുന്നുള്ളൂ.
എന്റെ ലീഡർമാര് പലരും ഉണ്ട്. ഉദാഹരണം പറയാം, എന്റെ ഗ്രേറ്റ് ലീഡറാണ് വിനോദ് സാറ് ഫ്രം കോഴിക്കോട് പയ്യോളി, ഒരു എക്സ് മിലിറ്ററിയാ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട് ഒരു ബൈജു സാറ്, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സാറ്. അവരൊക്കെ അതുപോലെ തന്നെ അതിന്റെ മുകളിലേക്കൊക്കെ ഒന്ന് പറയാ, നമുക്ക് മുബഷിർ സാറ്, എൻ്റെ അടുത്ത നാട്ടുകാരൻ മുബഷിർ സാറ്, അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരൻ നാസർ സാറ്, മലപ്പുറം നാസർ സാറ്, അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാ. നാസർ സാറൊക്കെ ഇതിന്റെ ടോപ്പാ, നിങ്ങൾക്ക് അറിയാം അല്ലേ? അവരൊക്കെ ലക്ഷങ്ങളും കോടികളാണ് അപെക്സ് എന്ന് വാങ്ങുന്നത്. അങ്ങനെ നിരവധി ലീഡേഴ്സ് എനിക്ക് പറയാൻ കഴിയും. നിരവധി ലീഡേഴ്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അപെക്സിന്റെ ഊട്ടി പ്രോഗ്രാമിലും മൈസൂർ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തപ്പോൾ നിരവധി ലീഡേഴ്സ് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ട്രിപ്പ് പോണത് ഗോവയിലേക്കാ. അത് കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് നമ്മൾ പോകുന്നത് ശ്രീലങ്കയിലേക്കാ. അപ്പൊ നമ്മളിപ്പോ ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ശ്രീലങ്ക ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് നിങ്ങൾ പലതും കണ്ടിരിക്കും. എന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ, ഫേസ്ബുക്ക് നോക്കിയാലൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അച്ചീവ് ചെയ്യാം. ഏതൊരു സാധാരണക്കാരും ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്യാം. ഇന്ന് കണ്ണൂരിലെ എന്റെ 2 വ്യക്തികള് അച്ചീവ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. ഗ്രൂപ്പില് 2 ഗോവ അച്ചീവർ ആയിട്ടുണ്ട്, 2 പേര്. ഇത് ഗൾഫിൽ 2 വ്യക്തികളാ. ഇനി അവർ പോകുന്നില്ലെങ്കിൽ നമ്മൾ ടീമിൽപ്പെട്ട ആരെങ്കിലും നമ്മൾ കൊണ്ടുപോകും. അത് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാത്ത, ആർക്കും അപെക്സിന്റെ പ്ലാന് പഠിക്കാൻ ഒരാളോട് പറയാം. എന്ത് അപെക്സിന്റെ പ്ലാനുള്ളൂ? മിനിമം 4500 മുടക്കുക. പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് എന്ത് വരും? $1/2 കിട്ടും. നിങ്ങൾ 4500 മുടക്കിയാൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപെക്സ് ടോക്കൺ കിട്ടും. 500 അപെക്സ് ടോക്കൺ കിട്ടും. നിങ്ങൾ 9000 നിങ്ങൾ മുടക്കിയത്, എന്നാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ 1000 അപെക്സ് ടോക്കൺ കിട്ടും. ആ അപെക്സ് ടോക്കണ് 225 ദിവസം ഇവിടെ സ്റ്റേക്ക്ഡ് ആണ്. ആ സ്റ്റേക്ക് ചെയ്യുന്നതിന് സ്റ്റേക്ക് റിവാർഡ് ആയിട്ട് നിങ്ങൾക്ക് കമ്പനി ഡെയിലി $1 തരും. 9000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് കേട്ടോ. 9000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് സ്പോട്ടിൽ 1000 അപെക്സ് ടോക്കൺ തരും. പിറ്റേ ദിവസം മുതൽ സ്റ്റേക്കിംഗ് റിവാർഡായ $1 ഇന്ത്യൻ രൂപയിൽ പറയുമ്പം 90 രൂപ. 90 രൂപ ഡെയിലി കിട്ടും 9000 മുടക്കിയ വ്യക്തികൾക്ക്. ഡെയിലി മീൻസ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 5 ദിവസം. ശനി ഞായറും നമുക്ക് എന്തില്ല? ROI അല്ലെങ്കിൽ നമുക്ക് ROI കിട്ടൂല, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടൂല, റിവാർഡ് ഇല്ല. സോറി, നമുക്ക് എന്തില്ല? ഇൻവെസ്റ്റ് ചെയ്തതിനുള്ള ആ പ്രോഫിറ്റ് ശനി ഞായറും കിട്ടുന്നില്ല, 5 ദിവസം ഒരാഴ്ചയിൽ കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 9000 മുടക്കാൻ ഇന്ന് നമുക്ക് കഴിവില്ല. പലരും പറയും ഭാഷയില്ല, അത്രയും പ്രയാസത്തിലാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത്, ഞാൻ പറയാം, മലപ്പുറം ഭാഷയിൽ പറയാം, നിങ്ങൾ തല പണയം വെച്ചിട്ടെങ്കിലും നിങ്ങൾ 9000 രൂപ ഉണ്ടാക്കി നിങ്ങളെ ജീവിതം മാറ്റിമറിയും. സുഹൃത്തുക്കളെ, മാറ്റിമറിക്കുന്ന ഒരു പ്ലാനാണ് അപെക്സിനുള്ളത്. നിങ്ങൾ മിണ്ടാതെ ഇരുന്നോളി. 9000 മുടക്കിയിട്ട് മിണ്ടാതെ ഇരുന്നോളി, കുഴപ്പമില്ല. 1 മാസം നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ 4500 മുടക്കി മിണ്ടാതിരിക്കുക. 1 മാസം പൂർത്തിയാൽ നിങ്ങളെ ക്യാഷ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് മാറ്റുക. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസപ്പെട്ടാൽ പിന്നെ 1 ലക്ഷോ 2 ലക്ഷോ 5 ലക്ഷോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ കൂടെ പ്ലംബർ, ഇലക്ട്രീഷ്യനൊക്കെ 5 ലക്ഷവും 10 ലക്ഷവും ചെയ്തവരുണ്ട്. ഞാൻ അറിയാത്തവർ, ജീവിതത്തിൽ കാണാത്തവർ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് എന്നെ വിളിച്ച് എൻ്റെ കൂടെ 5 ലക്ഷം 10 ലക്ഷം ചെയ്ത നിരവധി ആളുകൾ, 2 ലക്ഷം 3 ലക്ഷം ചെയ്തവര്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ 1 ലക്ഷം രൂപ ഇവിടെ അപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 21,000-നും 22,000-നും ഇടയ്ക്കുള്ളൊരു എമൗണ്ട് കിട്ടും. ഇതിവിടെ വേരിയേഷൻ ഉള്ളൊരു ബിസിനസ്സാ. വേരിയേഷൻ ഉണ്ടാവണം ബിസിനസ്സിൽ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവണം. അതുണ്ടാവും ഇവിടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, 1 ലക്ഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, 1 ലക്ഷം ചെയ്തോളി. നിങ്ങൾക്ക് 9000 കഴിയുള്ളൂ, 90,000 ചെയ്തോളി. നിങ്ങൾക്ക് ഒന്നും കഴിയില്ല, 4500 കഴിയുള്ളൂ, അത് ചെയ്തോളി. നിങ്ങളെ സാമ്പത്തികം എങ്ങനെയാണ് അത് ചെയ്യുക. എന്നിട്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ആളെ കൊണ്ടുവരണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നിർബന്ധമല്ല നിങ്ങൾ ആളെ കൊണ്ടുവരുന്നില്ലത്.
കൊണ്ടുവന്നാലോ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ആളുകളെ സമയമായി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്റെ ടീമിൽപ്പെട്ട ആളെ അയാൾക്കറിയാം മീറ്റിംഗ് ഉണ്ട്, ഒരാള് വിളിക്കുക തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ 225 ദിവസം $1 കിട്ടും. 225 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9,000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 1000 അപെക്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഈ ടോക്കണ് വിൽക്കുക, അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വിൽക്കാം. കമ്പനിന്റെ അവകാശവാദം അവിടെ ഒരു ടോക്കന്, ഒരു അപെക്സ് ടോക്കന് 10, 12, 15 ഒക്കെ ആവുന്ന. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു അപെക്സ് ടോക്കന് $5 ആയാൽ, ഒരു അപെക്സ് ടോക്കന് $5 ആയാൽ 9,000 നിക്ഷേപിച്ച വ്യക്തിക്ക് 1000 അപെക്സ് ടോക്കൺ വിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 4-4.5 ലക്ഷം രൂപ കിട്ടൂലേ? അപ്പൊ 4,500 ചെയ്തോനോ അതിന്റെ പകുതിയും കിട്ടും. അപ്പൊ 1 ലക്ഷം ചെയ്തോനോ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക അല്ലെ? ഇനി നിങ്ങൾ 9,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒരാളെ ബിസിനസ് പരിചയപ്പെടുത്തി, അയാൾ നിങ്ങളെ കൂടെ വന്ന് 9,000 ഇൻവെസ്റ്റ് ചെയ്തു. എന്നാലോ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് $10 റഫറൽ ഇൻകം കിട്ടും. $10 9,000 കണക്കാൻ പറയുന്ന കേട്ടോ. ഒരാൾ ചെയ്താൽ 9,000 ഒരാൾ ചെയ്താൽ, നിങ്ങൾ അണ്ടറിൽ ഒരാൾ ചെയ്താൽ നിങ്ങൾക്ക് സ്പോട്ടില് $10 കിട്ടും. അത് എപ്പോഴാണോ പെയർ മാച്ച് ഒക്കുന്നത് അല്ലെ? നമുക്കറിയാം ബൈനറി സിസ്റ്റം, അമേരിക്കൻ ബൈനറി സിസ്റ്റം ലോകത്ത് കുറെ കോടീശ്വരന്മാരുണ്ടാക്കിയ സിസ്റ്റമാണ്. അത് ഈ അപെക്സിലുണ്ട്. അപ്പൊ ആ ബൈനറി ഒക്കുമ്പോൾ നിങ്ങൾക്ക് $10 വേറെയും കിട്ടും. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ നിങ്ങൾ 9,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് നിങ്ങൾ 9,000 ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് 900 രൂപ എന്ത് കിട്ടും? റഫറൽ ഇൻകം ആയിട്ടും 900 രൂപ ബൈനറി ആയിട്ട് കിട്ടും. 1,800, 9, 18, 1,800 കിട്ടൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നൊരു കൂലി വേലക്ക് പോയാൽ 1,800 കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇനി നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു നിർബന്ധമില്ല, ഇത്രയും ഇതിന്റെ പ്ലാൻ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങളെ സാമ്പത്തിക ഓരോ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ഗ്രേഡ് ചെയ്യാം, കൂട്ടി ചെയ്യാം. ഇവിടെ ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇത് ഇതിന്റെ പ്ലാൻ ഉള്ളൂ യഥാർത്ഥം പറഞ്ഞാൽ. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പൊ ഈ സമയത്ത് 8:33 ആയിട്ടുണ്ട്, ഞാൻ നിർത്താൻ പോവാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. എന്തെങ്കിലും ആളുകൾക്ക് പേടി, മാഷെ ഇങ്ങനെ പല ക്രിപ്റ്റോയും വന്നിനി, ഒരു വരുന്നതിന് മുമ്പ് പോയി. ചിലവര് എന്താ പറയുക, മാഷ ഒരു അപ്ഡേഷന് പോയതായിരുന്നു, പിന്നെ ഒരു വന്നിട്ടില്ല, പിന്നെ കമ്പനി ഇല്ല എന്നൊക്കെ. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യത്തിൽ ചെയ്തോളി. പക്ഷെ നിങ്ങൾ ആരെ കൂടെ ജോയിൻ ചെയ്താലും ആ ലീഡർ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യണം. ഒരു സൈഡില് അത് ഞാൻ പഠിച്ച സിസ്റ്റാട്ടോ. എഴുന്ന് MLM എന്ന്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന്. അതല്ലെങ്കിൽ ഈ ബൈനറി സിസ്റ്റം ഉള്ളിടത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഒരു സൈഡ് നമ്മളെ ലീഡർ നോക്കി കൊണ്ടുപോകണം, ഒരു ഭാഗം. എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഏൺ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിലോ നമ്മൾ 2 ഭാഗം നോക്കണം. ഞാൻ എൻ്റെ കൂടെ വന്ന എല്ലാവരും ഒരു ഭാഗം സപ്പോർട്ട് ചെയ്യും. എൻ്റെ ടീമിൽ നിരവധി അംഗങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ദേഷ്യപ്പെടല. ഞാൻ ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ ആരെ നോക്കി നിൽക്കുകയാണ് ഞാൻ ചോദിക്കാറുണ്ട് അവരോട്. എന്റെ സാറ് പിന്നെ ആക്ടിവേഷൻ ചെയ്യാത്ത സാർ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, സാമ്പത്തിക ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാൻ അവസരമുണ്ട്. പക്ഷെ സാമ്പത്തിക ക്രൈസിസ് ഇല്ലതുകൊണ്ടാണ്. ദൈവം എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ ഉണ്ടാവില്ലല്ലോ. കുഴപ്പമില്ല, നമ്മൾ അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് അതിനെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ കാര്യപ്പെട്ട ഒരു ഫ്രണ്ടാണ്. പക്ഷെ എന്താ നമ്മൾ മുടക്കിയ ക്യാഷ് കൊണ്ട് ബിസിനസ്സിൽ വരണം. അപ്പൊ നമുക്ക് എന്തുള്ളൂ? വേദനയും വെപ്രാളവും ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ 4,500 മുടക്കിയിട്ട് നിങ്ങൾ 4,500 നിസ്സാരമാക്കി കണ്ടു, 9,000 നിസ്സാരമാക്കി കണ്ടു. നിങ്ങൾ 9,000 രൂപയെ 9 കോടിയാക്കി കണ്ടു നോക്കിയേ. നിങ്ങൾ ഉറങ്ങൂല. മാത്രല്ല അപെക്സിന്റെ പ്ലാൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഞാൻ വളരെ കുറഞ്ഞ സമയത്ത് ഉറങ്ങുന്നുള്ളൂ. ഞാൻ രാത്രി 12 മണിയാവും ഉറങ്ങാന്.
4 മണിക്ക് 4:30 മണിക്ക് എഴുന്നേൽക്കും ചെയ്യും. പിന്നെ ഫുൾ ടൈം അപെക്സ് തന്നെയാണ്. ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ വോയിസ് പറഞ്ഞ പെട്ടെന്ന് മറുപടി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപെക്സ് സിമ്പിളാ. അപ്പം നിങ്ങൾ ആരും ബേജാറാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കമ്പനി ചെയ്യുന്നുണ്ട്. നമ്മളൊരു ടീമുണ്ട്. നമ്മളെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വിങ്ങ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. 6-7 കൊല്ലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ക്രിപ്റ്റോയിൽ ട്രേഡിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് നമുക്കുള്ളത്. ഒരു വിങ്. ആ വിങ് തൽക്കാലം ഇവിടെ ഇപ്പൊ ഇല്ല, ഹോങ്കോങ്ങില. അപ്പൊ നമുക്ക് ചില ഗുണങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപെക്സിൽ ചെറിയൊരു നമ്മളെ P2P അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ കഴിയാത്തത്. നമ്മളെ കമ്പനി നമ്മളെ സെക്യൂർ ആക്കാം. നമ്മളെപ്പോഴും സെക്യൂർഡ് ആവണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് നാളെ ഈ ബിസിനസിന്റെ പിറകിൽ നമുക്ക് വരുമാനം കിട്ടുന്നത് കൊണ്ട് നാളെ നമുക്കൊരു ഇഷ്യൂസ് നമുക്കോ നമ്മളെ കമ്പനിക്കോ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മളെ സെക്യൂർഡ് ആക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾ പാനിക്കാകാൻ പാടില്ല, നിങ്ങൾ ടെൻഷൻ ആവാൻ പാടില്ല. എന്ത് നിങ്ങൾ ടെൻഷൻ ആവണത്? ഇവിടെ നമ്മളെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, എന്തറിയോ, നിങ്ങൾക്കറിയാം ഇപ്പൊ ഹാക്കിംഗ് അല്ലെ, നമ്മളെ പലതിലും ഹാക്കിങ്ങുകാരൊക്കെ നമ്മൾ ഈ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഓരോ കാര്യങ്ങൾ ഇപ്പൊ ചെയ്ത് മാനുവലായിട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഈ നേരം വൈകുന്നത്. ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇന്ന് ഞാൻ സാറായിട്ട് സംസാരിച്ചപ്പം സാറ് പറഞ്ഞു, എന്നോട് സംസാരിച്ചതാ പക്ഷെ അടുത്ത സമയത്ത് ക്ലിയർ ആവും. ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഇതൊക്കെ ക്ലിയർ ആവും. അപ്പൊ പിന്നെ ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും പിന്നീട് ഒക്കെ എളുപ്പം. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ ഇപ്പൊ വളരെ സുഖത്തിലാണ്. ഞങ്ങളൊക്കെ പല ബിസിനസ്സിലും വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രയാസത്തിലായിരുന്നു അല്ലെ. നിങ്ങളൊക്കെ ഇപ്പൊ കിടക്കയിലെ ബെഡില് നമ്മൾ വിരിച്ചു തന്നിരിക്കുന്നത് കിടന്നാ നിങ്ങൾക്ക്. അപ്പൊ ഈ വിജയിച്ച ആളുകൾ, സക്സസ് ആയ ആളുകളൊക്കെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തവരാ, റിസ്ക് എടുത്തവരാ, എഫേർട്ട് എടുത്തവരാണ്. നമ്മൾ ഉറങ്ങിയപ്പോ അവർ ഉറക്കമൊഴിച്ചവരായിരുന്നു. നമ്മൾ ടൂറ് പോയപ്പോ അവർ ടൂറ് പോയില്ല. നിങ്ങൾ ഏത് സക്സസ് ആയ വ്യക്തികൾ എടുത്തോളി, അവരെ സക്സസിന്റെ പിന്നിലേക്ക് വലിയ എഫേർട്ട് ഉണ്ട്. നിങ്ങൾക്കറിയില്ലേ യൂസുഫ് അലി സാറിനെ, ലുലുവിന്റെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വണ്ടി വിട്ടപ്പോൾ പുള്ളിക്കാരൻ അവിടെ കഷ്ടപ്പെടുകയായിരുന്നു, കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു. അതുകൊണ്ടൊന്ന് യൂസുഫ് അലി സാർ ആരാ? ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ പല വീഡിയോസുകൾ കേട്ടു നോക്കണ്ടേ, അദ്ദേഹം പറയുന്നതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ